എന്റെ മുത്തച്ഛൻ ബദ്രിയോട് പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. എന്താടാ ക്ഷേത്രകാവലിൽ നിൽക്കുന്ന ആ ഗൂർഖ നീയാണോ? വെറും ഗൂർഖയാണെന്ന് കരുതി മുന്നോട്ട് വന്ന നിന്റെ തല ഞാൻ അർത്തെടുക്കും. അളകനന്ദ, നീ പോയി നിന്നെ സ്നേഹിക്കുന്നവനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ജ്യോതി ദർശനം ചെയ്തോ? ആരാ തടയാൻ വരുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. പോയിക്കോ. ഞാൻ പോവില്ല. എന്താ 6 മാസം കഴിഞ്ഞിവിടെ വരാനും ഇവരെന്നെ സമ്മതിക്കില്ല. നീ എന്നെ കൊണ്ടുവന്ന് ദർശനം ചെയ്യിക്കുന്ന ഉറപ്പ് പറഞ്ഞ ഞാൻ പോവും. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛൻ, ഇവന്റെ അമ്മ, ഇവന്റെ അമ്മായച്ചൻ, അങ്ങനെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെയൊക്കെ നെഞ്ച് തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും. ഉറപ്പിച്ചോ? വേഗം വെക്കോ. अपना अपना नाम फूलों पर लिख दीजिए। जो ज्योति दर्शन ब्रह्मा कमल के साथ आज हुई है, वो 6 महीने के बाद ज्योति दर्शन करने से अपने अपने मनोकामनाएं पूर्ण सिद्ध होती है।
पुष्पवान् प्रजावान् पशुमान् ഇത്രയും നാൾ ഞാൻ ഒരു ദൈവത്തെയും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭീഷ്മനാരായണ സ്വാമിയിൽ നിന്നും ഭദ്രയെ മോദിപ്പിച്ച് എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ. ഞാൻ ഇന്നോളം നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യ അപേക്ഷയാണ്. ബദ്രിയെ തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്തിരുത്തി എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമേ. ഇവന് മനുഷ്യർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്റെ ബലഹീനത ദൈവം മാത്രമാണ്. सत्यनिर्घोषण वेदवाग्भूषण बद्रीनारायण विश्वपरिपोषण विबुध परितोषण चक्रकरभूषण पद्मशरलोचन पापदिग्मोचन बद्रीनारायण 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 ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ല. നിന്റെ പ്രാർത്ഥന സഫലമാവാൻ വേണ്ടി എന്റെ ജീവൻ പോയാലും സാരമില്ല. തീർത്ഥാടനത്തിന് ബദ്രീനാഥിൽ വരുന്ന പെണ്ണുങ്ങളെ പ്രേമിക്കാൻ നോക്കുന്നോടാ. ഇനി എന്ത് ചെയ്യാൻ പോവാ? ഇങ്ങോട്ട് വാ. അവൻ ചത്തു. വാ, വേഗം രക്ഷപ്പെടാം. പറയുന്ന കേൾക്ക്. വാ, വരാൻ. ഇങ്ങോട്ട് വരാൻ. വരാനാ പറഞ്ഞത്. അളകനന്ദ, അളകനന്ദ. सभी
बद्रीनाथ के भक्तजनों सावधान से सुनिए। आज से 6 महीने तक पूरा बद्रीनाथ बंद रहेगा। पूरा प्रांत बर्फ से भरा होगा, यहाँ तक कि जान भी जा सकती है। आप सबसे अनुरोध है कि यहाँ से सुरक्षित स्थान को लौट जाइए। ആഹാ സൂപ്പർ ആയിട്ടുണ്ട്. ഷൂസ് ഊരിക്കോ, തേഞ്ഞു പോകൂടാ. ഷൂസ് പിന്നെ ഇടാനുള്ളതല്ലേ? പർവ്വതം പോലുള്ള ശരീരം ഉണ്ടായിട്ടും ബുദ്ധി കടുകിലോടെ ഉള്ളല്ലോടി. നമ്മൾ ഇവിടെ ഷൂസ് ഇട്ടോണ്ടാണോ നടക്കുന്നത് ഇടാതാണോ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെ അറിയാനടി? അച്ഛാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രസ്സും കൂടെ അങ്ങ് ഊരിക്കളയാം. നമ്മുടെ നാട്ടിലുള്ളവർ നമ്മൾ ഇവിടെ ഡ്രസ് ഇട്ടോണ്ടാണോ ഡ്രസ് ഇടാതാണോ നടക്കുന്നതെന്ന് എങ്ങനെ അറിയാനാ? സൂപ്പർ ഐഡിയ. താങ്ക് യു അച്ഛാ. किधर जा रहे हो? എന്റെ അച്ഛന്റെ അസ്ഥികൾ ബ്രഹ്മകപാലത്തിൽ ഒഴുക്കാൻ വേണ്ടി ബദ്രീനാഥിലേക്ക് പോകുക. बद्रीनाथ बंद हो गया है, 6 महीने के बाद आ जाना। എന്ത് 6 മാസം കഴിഞ്ഞേ തുറക്കത്തുള്ളോ? അവിടെ ഞങ്ങൾ തിരിച്ചിട്ട് തന്നെ 6 മാസമായി. പോയിട്ട് ടക്കേന്ന് ഞങ്ങൾ ഇനി വരാം. वो सब कुछ हमें पता नहीं है। यहाँ 6 महीने के लिए बंद हो चुका है, वापस चले जाना। അയ്യോ, പോയിട്ട് വരാനൊന്നും പറ്റില്ല. നമ്മൾ വരുന്ന വഴി ഒരു ടൗൺ കണ്ടില്ലേ, ലോഡ്ജിൽ എങ്ങാനും താമസിക്കാവുന്നേ. ലോഡ്ജ് ബില്ല് ആര് കൊടുക്കും? നിന്റെ അച്ഛൻ കൊടുക്കും. ഞാൻ നാട്ടിൽ ചെന്നിട്ട് വാങ്ങിത്തരാം. അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അച്ഛാ, ഒരു ബെസ്റ്റ് ഐഡിയ. മുത്തശ്ശനല്ലേ കാശ് തരുന്നത്, ബില്ല് എമൗണ്ട് ഇത്തിരി കൂട്ടി പറഞ്ഞ് മേടിക്കാലോ അച്ഛാ. മോനെ നീ സൂപ്പറാടാ. താങ്ക് യു അച്ഛാ. ഒന്നും മിണ്ടാതിരിക്കടാ, വാ ഇങ്ങോട്ട്. നിങ്ങളുടെ പിശുക്ക് സ്വഭാവം കണ്ട ഇവൻ ഇങ്ങനെ വഷളായത്. ദേ, ബില്ല് കൊടുത്ത ഉടനെ നിന്റെ അച്ഛനോട് കാശ് തരാൻ പറയണം, ഇല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മാറണം. പേട്ട, തിരുവനന്തപുരം പേട്ട. ഞങ്ങള് പേട്ടയെന്നാന്ന് എങ്ങനെ അറിഞ്ഞേ? നിങ്ങൾ പേട്ടയെന്ന് വരുന്നു. 2 ജോഡി ഷൂസ് ബാഗിനകത്തുണ്ട്. ലോഡ്ജിന് വേണ്ടി തപ്പി നടക്കുകയാണ്. ഇയാളെ കെട്ടിയതാണ് ജീവിതത്തിൽ അബദ്ധമായത്. എനിക്കെല്ലാം അറിയാം. എടോ, താനൊന്ന് ഉപദ്രവിക്കാതെ പോയേ. നിങ്ങളെ ഉപദ്രവിക്കാനല്ല, സഹായിക്കാനാ ഞാൻ വന്നത്. നിങ്ങൾ പേട്ട, ഞാൻ പേട്ട, നമ്മുടെ സ്വന്തം പേട്ട. ശരി, എങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യ്. ഒരു റൂമിന്റെ കാശിന് ഒരു ബെഡ് കൂടി ഫ്രീ കിട്ടുന്ന ഏതെങ്കിലും ലോഡ്ജ് അറേഞ്ച് ചെയ്യും. എന്തൊക്കെയായാലും നീയും പേട്ട, ഞങ്ങളും പേട്ടയല്ലേ. എന്തിനാ ലോഡ്ജ്? എന്റെ കൂടെ നിൽക്കാലോ. ഒരു പേട്ടാശ്രമം തന്നെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. എന്റെ ദൈവമേ, എവിടെയാ ആശ്രമം? എന്തിനാടി ആശ്രമം ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ പൈസ പോകുന്ന കാര്യമാ. നമുക്ക് പോകണ്ട അല്ലടാ. അതെച്ചാ, നമുക്ക് ഏതെങ്കിലും ചീപ്പ് ലോഡ്ജ് നോക്കാം. നീ സൂപ്പർ ആടാ പൊന്നെ. വാ. പേട്ടാശ്രമത്തിൽ എല്ലാം ഫ്രീയാ. കേട്ടോ, എല്ലാം ഫ്രീ ആണെന്ന് വെച്ചാ. നോക്ക്, 6 മാസം കഴിഞ്ഞ് ഞങ്ങളുടെ പിരിവ് സംഭാവന ചോദിച്ചേക്കരുത്. പേട്ടാശ്രമത്തിൽ അങ്ങനെ പിരിവൊന്നുമില്ല. ചോദിച്ചാ തന്നെ കൊടുക്കായിരുന്നാ പോരെ. കറക്റ്റാ പറഞ്ഞു നിങ്ങളുടെ പേട്ട. എന്നാ പോകാം. അങ്ങോട്ടാ പോകേണ്ടത്. എന്നാ വാ. ये लोग हो